Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good Good afternoon, afternoon, ma'am. ma'am. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ. പ്രെയർ ആരാ ചെയ്യുന്നേ? സൈനിങ് ഒക്കെ ഉണ്ടോ? കൺഫ്യൂഷൻസ് ഒക്കെ മാറിയോ? പ്രയർ ഞാനാണ്. ഓക്കെ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും മഹാശക്തിയും വിവേകവും തരണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. താങ്ക് യു മിസ്. Then sign in out of the day. സൈൻ ഇൻ ഞാനാണ് മാം. Okay. ഒരു നഴ്സറി സോങ് ആണ്. വീട്ടിലുണ്ട് കാത്തിരിക്കാൻ എന്നും എൻ്റെ അമ്മ, വേണ്ടതെല്ലാം വാങ്ങിത്തരാൻ അച്ഛനുണ്ടു വീട്ടിൽ, പാട്ടുപാടാൻ ചേച്ചിയുണ്ട്, കൂട്ടുകൂടാൻ ചേട്ടനുണ്ട്, ഞാനും ഒത്തു ചേർന്നിടുമ്പോൾ സ്വർഗമാണു വീട്. താങ്ക് യു മാം. Then thought of the day. തോട്ട് പറയാനില്ലേ ആരും? തോട്ടൊന്ന് പറയാ. ഇല്ല. മാം ഞാൻ കോച്ച് പറയുന്നുണ്ട്. Okay. Good afternoon. The words of Sri Narayana Guru. God is the embodiment of knowledge, who sees without eyes, hears without ears, feelings without skin, smells without nose, and tastes without tongue. Thank you, ma'am. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നേ? ഹെൽത്ത് കെയർ ആണ് നമ്മൾ എടുത്തത് അല്ലെ? എന്നിട്ട് ഏത് പോയിന്റ്സ് വരെയാണ് പറഞ്ഞു നിർത്തിയത്? ആരെങ്കിലും ഒരാൾ പറയാമോ? ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ടാണ് അല്ലെ? ഓക്കെ. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. The ability of the body to prevent and destroy pathogens that have entered the body. പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു അല്ലേ? ഓക്കെ. Then immunizations പറഞ്ഞായിരുന്നോ? Immunization ഇല്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇമ്മ്യൂണൈസേഷൻ അല്ലെ? എന്താണ് ഇമ്മ്യൂണൈസേഷൻ? ഒറ്റ ആർക്കെങ്കിലും ഉത്തരം പറയാമോ? വാട്ട് ഈസ് ഇമ്മ്യൂണൈസേഷൻ? രോഗപ്രതിരോധ ശക്തി. രോഗപ്രതിരോധ ശക്തി. ശരിയാണ്. ഇമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അല്ലെ? ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാല് immunizations that give the body an artificial ability to fight diseases. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന കുത്തിവെപ്പുകളെയാണ് എന്ത് പറയാം? ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയാം. നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡിയിൽ എന്തുണ്ട്? ഇമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെ? അതായത് എന്തെങ്കിലും രോഗങ്ങൾ വരുമ്പോഴോ അല്ലെങ്കിൽ രോഗാണുക്കളെ പ്രിവെന്റ് ചെയ്യാനോ നമ്മുടെ ശരീരത്തിന് ഒരു കഴിവുണ്ട്.
ഇനി അതില്ല എങ്കില് നമ്മുടെ ശരീരത്തിന് അത്തരത്തിലുള്ള കഴിവുകൾ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, എബിലിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ചില കുത്തിവെപ്പുകൾ നടത്തും. ഓക്കെ, ദാറ്റ് ഈസ് ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ, അപ്പൊ അത് എഴുതിയെടുത്തോളൂ കേട്ടോ. Immunizations that give the body, immunizations that give the body an artificial ability, an artificial ability, an artificial ability to fight diseases, to fight diseases. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന കുത്തിവെപ്പുകളെയാണ് ഇമ്മ്യൂണൈസേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു പോയിന്റ് ആയിട്ട് എഴുതാം. Substance used for artificial immunity. Substance used for artificial immunity. കൃത്രിമ പ്രതിരോധവൽക്കരണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളെ നമ്മള് വാക്സിനുകൾ എന്നാണ് പറയുക കേട്ടോ. അപ്പൊ വാക്സിൻ എന്ന് എഴുതാം കേട്ടോ. സബ്സ്റ്റൻസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണിറ്റി, വാക്സിൻ. Substance used for artificial immunity, vaccine. അപ്പൊ കുട്ടികൾക്ക് നമ്മൾ പോളിയോ വാക്സിൻ കൊടുക്കാറില്ലേ? നിങ്ങൾ പോളിയോ വാക്സിൻ കറക്റ്റ് സമയത്ത് കൊടുക്കാറുണ്ടോ? എത്ര വയസ്സ് വരെയാണ് കൊടുക്കുന്നത്? എത്ര വയസ്സാണ്? 15 വയസ്സ്. 5 വയസ്സ് വരെ. 5 വയസ്സ് വരെ അല്ലേ? അപ്പൊ അത് എഴുതിക്കോളൂ. 15 വയസ്സ് വരെ അല്ലേ? 10ലും 15ലും കൊടുക്കില്ലേ? 5 വയസ്സ് വരെ പോളിയോ അല്ല, 10ാം ക്ലാസ്സിൽ എത്തുമ്പോ നമുക്കൊരു കുത്തിവെപ്പ് ഉണ്ടല്ലോ. നമ്മുടെ ഡെലിവറി കഴിഞ്ഞ കാർഡില് കുത്തിവെപ്പുകൾ ഉണ്ടല്ലോ 15 വയസ്സ് വരെ. അത് ഓരോരോ ഓക്കെ, അതൊക്കെ ഓരോരോ ബൂസ്റ്ററും കാര്യങ്ങളൊക്കെ അല്ലേ, DTP പോലുള്ള കാര്യങ്ങളൊക്കെ അല്ലേ കൊടുക്കുന്നത്? പോളിയോ തുള്ളി മരുന്ന് 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ. At what age is the polio given to the children? At what age is the polio given to the children? ടീച്ചർ ഒന്നുകൂടി പറയോ? At what age? At what age is the polio given to the children? Given to the children. Five years old. 5 years old. അടുത്തൊരു ചോദ്യമായിട്ട് എഴുതാം. How many times to give polio drops? To give polio drops. To give കഴിഞ്ഞതാ ടീച്ചർ? To give polio drops. Polio drops. ഈ 5 വയസ്സ് വരെ കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. എത്ര തവണയാ കൊടുക്കുന്നത് അപ്പൊ 5 വയസ്സ് വരെ? അറിയാവോ? 4 ടൈം ആണ്. അല്ല, 7 times ആണ്. 7 തവണ കൊടുക്കും കേട്ടോ. 7 തവണ കൊടുക്കാറുണ്ട് കേട്ടോ. 7 times.
ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ജനറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നമുക്ക് നേരെ PDF-ലേക്ക് കിടക്കാം. PDF-ൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. അപ്പൊ ഒരാൾക്ക് വായിക്കാം. ഹെൽത്ത് കെയർ എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇമ്മ്യൂണൈസേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ മുകളിൽ അതായത് ഹെഡിങ് ആയിട്ട് ഡിഫ്തീരിയ, പെർട്ടൂസിസ് ആൻഡ് ടെറ്റനസ് ഇതിനെ കുറിച്ചിട്ടാണ് ഒരു പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ആരാണ് റീഡ് ചെയ്യാം? റീഡ് ചെയ്തിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ. ഞാൻ വായിക്കാം മാം. ശ്രീലക്ഷ്മി വായിച്ചോളൂ കേട്ടോ. Immunization against these three diseases is given in one connected shot, the DPT shot. The first is given when the baby is 6 weeks old, followed by a second at 10 weeks and a third at 14 weeks. At 18 months and again at 4.5 years, a booster DPT shot is given. Between the ages of 12 and 14 years, the child is given a booster for diphtheria and tetanus, but not for pertussis. ബാക്കി വായിക്കണോ? അത് മാത്രം വായിച്ചാൽ മതി. അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താ നമുക്ക് രോഗങ്ങൾക്കെതിരെയുള്ള ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നത് പല പല ഷോർട്ട്സ് ആയിട്ടാണ്, പല തവണകളായിട്ടാണ്. ആദ്യത്തെ കൊടുക്കുന്നത് നമ്മുടെ ബേബിക്ക് 6 ആഴ്ച പ്രായമുള്ളപ്പോഴാണ്. അത് കഴിഞ്ഞാൽ 10 ആഴ്ച, പിന്നെ മൂന്നാമത്തത് 14-ാമത്തെ ആഴ്ചയും, പിന്നെ അതിനുശേഷം 18 ആഴ്ചകളാവുമ്പോ, അതുപോലെ 4.5 വയസ്സാവുമ്പോ ഒരു ബൂസ്റ്റർ DPT കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ 12 വയസ്സിനും 14 വയസ്സിനും ഇടയില് കുട്ടിക്ക് ഒരു ബൂസ്റ്റർ ഡോസ് കൊടുക്കുന്നുണ്ട്. അത് കൊടുക്കുന്നത് ഡിഫ്തീരിയ, ടെറ്റനസിന് വേണ്ടി മാത്രമാണ്. പക്ഷെ അതിൽ പെർട്ടൂസിസ് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രീലക്ഷ്മി പറഞ്ഞത് ശരിയാണ്. ശ്രീലക്ഷ്മി അല്ല പേര്? അതെ മാം. ഓക്കെ, ശ്രീലക്ഷ്മി പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിന് മുമ്പായിട്ട് ഇപ്പൊ 3 രോഗങ്ങളെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ഏതാണ് ആ 3 രോഗങ്ങള്? ഡിസീസസ് ഏതൊക്കെയാ? ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് കോമൺ ആയിട്ട് ചില കാര്യങ്ങൾ അറിയണം അല്ലെ? ഡിഫ്തീരിയ എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും ഫാമിലിയിലുള്ള ആർക്കെങ്കിലും വന്നതായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ? അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ആർക്കെങ്കിലും വന്നതായിട്ട് അറിവുണ്ടോ ഡിഫ്തീരിയ? വന്നതായിട്ട് അറിവില്ല മാം. പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. പഠിച്ചിട്ടുണ്ട് അല്ലെ? എന്താണ് പഠിച്ചേക്കുന്നത്? ഷെയർ ചെയ്യാം. ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ തൊണ്ടമുള്ള്, നമുക്ക് തൊണ്ട വീർത്ത് വരുന്ന ഒരവസ്ഥയാണത്. അതിന്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പനി, വിറയല്, അങ്ങനെയുള്ള തലവേദന, അങ്ങനെ ഉള്ള സിംറ്റംസ് ആണ് അതിന് വരിക. നമുക്ക് ചിലപ്പോൾ തൊണ്ടയായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നില്ല. ആദ്യം പനിയായിട്ടോ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള തലവേദന അങ്ങനെയൊക്കെ ആയിരിക്കും വരിക. മെയിൻ ആയിട്ട് അതിനെ നമ്മൾ പറയണത് തൊണ്ടമുള്ളെന്നാണ്. അത്രേ അറിയുള്ളൂ മാം. അത്ര അറിയുള്ളൂ അല്ലെ? വേറെ എന്തെങ്കിലും അറിയാമോ? ഇതിൽ കൂടുതൽ അറിവുകൾ ഉണ്ടോ ആർക്കെങ്കിലും? ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. മാം ചെറിയൊരു അറിവുണ്ട്, ശരിയാണോന്നറിയില്ല. ഹ്യൂമന്റെ സലൈവ ഇല്ലേ, അതായത് മൂക്കിലെയും വായിലെയും സലൈവേനെ അഫക്ട് ചെയ്യുന്ന രോഗമാണ് ഡിഫ്തീരിയ എന്ന് കേട്ടിട്ടുണ്ട്. അതായത് ശ്ലേഷ്മത്തെ അഫക്ട് ചെയ്യുന്ന രോഗമാണ്. അല്ലേ? ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞുതരാം, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഡിഫ്തീരിയ എന്ന് പറഞ്ഞാല് പണ്ട് കാലത്ത് ഇതിനെ കില്ലർ ഡിസീസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. കില്ലർ ഡിസീസ്, കൊലയാളി രോഗം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് കൂടുതലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെ റഷ്യ പോലുള്ള അങ്ങനെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെയാണ് ആദ്യം ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതായത് ആളുകൾക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ആളുകൾക്ക് പിടിപെട്ടതിന് ശേഷം അല്ലെങ്കിൽ ആളുകളിൽ രോഗം ഉണ്ടായതിനു ശേഷം കുറെ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മരിച്ചിട്ടുണ്ടായിരുന്നു. കുറെ അധികം, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റില്ല, അത്രയും അധികം ആളുകൾ, അത് മുതിർന്നവരും കുട്ടികളൊക്കെ അതിനകത്ത് ഉൾപ്പെടും കേട്ടോ. അത്രയും അധികം ആളുകളെ കൊന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. അപ്പോ അന്നത്തെ കാലത്ത് ഇതിന് കറക്റ്റ് ആയിട്ട് മരുന്ന്, വാക്സിൻസ് ഒന്നും തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. വാക്സിനോ ട്രീറ്റ്മെന്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല.
പിന്നീട് ഞാൻ പറഞ്ഞു ഇത് ആഫ്രിക്കൻ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെയാണ് ആദ്യം വന്നത്. അതിനുശേഷം ഇത് അമേരിക്കയിലുണ്ട്, അതായത് ഈ രോഗം സ്പ്രെഡ് ആവാൻ തുടങ്ങി. അമേരിക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കൺട്രിയാണ് എന്ന് പറയാം അമേരിക്ക എന്ന് പറയുന്നത്. അപ്പൊ അമേരിക്കയിൽ ഇത് റിപ്പോർട്ട് ചെയ്തു, അവിടെ ധാരാളം ആളുകൾ മരിക്കുകയുണ്ടായി, ധാരാളം ആളുകൾ കിടത്തി ചികിത്സയിലൊക്കെ ഉണ്ടായി. ഈ സമയത്താണ് ലോകം മുഴുവനും ഈ രോഗത്തെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് സാധിച്ചത്. അതായത് ലോക ശ്രദ്ധ ആകർഷിച്ചത് അമേരിക്കയിൽ ഈ രോഗം പിടിപെട്ടവരോട് കൂടിയാണ്. നമുക്കറിയാം അമേരിക്ക എന്ന് പറയുമ്പോൾ എന്ത് സംഭവം അമേരിക്കയിൽ ഉണ്ടായാലും അത് ലോക ശ്രദ്ധ ആകർഷിക്കും. അത് അമേരിക്കയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഡിഫ്തീരിയ എന്ന് പറഞ്ഞ രോഗവും അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തപ്പോ എല്ലാവരും അത് ശ്രദ്ധിക്കപ്പെട്ടു. ഓക്കെ, അങ്ങനെ ഇതിനു വേണ്ടിയിട്ട് എന്താ പറയാ, കാരണം കൂടുതൽ ആളുകൾ മരിക്കുക ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അമേരിക്കൻ സംഘടന, അതായത് അമേരിക്കൻ മെഡിക്കൽ സംഘടന ശാസ്ത്രജ്ഞന്മാരെ, സയന്റിസ്റ്റുകളെ എന്ത് ചെയ്തു, ഇറക്കുകയുണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ്? വാക്സിൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിന്റെ വാക്സിൻസ് അവരാദ്യം ഗിനിപ്പന്നികൾ, നമുക്കറിയാലോ പരീക്ഷണം നടത്തുന്നത് എപ്പോഴും ഗിനിപ്പന്നികളിലായിരിക്കും. ആദ്യം അതിൽ ഗിനിപ്പന്നികളിൽ എന്ത് ചെയ്തു, ഇതിന്റെ വാക്സിൻസ് കണ്ടുപിടിക്കാനുള്ള പരീക്ഷണങ്ങൾ നടത്തി. മരുന്ന് കണ്ടുപിടിക്കാനുള്ള പരീക്ഷണം, അതായത് മരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷവും ഇതിനകത്ത് എന്ത് ചെയ്തു, ഗിനിപ്പന്നികളിൽ പരീക്ഷിച്ചു. അപ്പോ ഗിനിപ്പന്നികളിൽ പരീക്ഷിച്ചപ്പോൾ എന്താണ്, അത് സക്സസ്ഫുൾ ആയി. അതിനുശേഷം ഈ ഡിഫ്തീരിയ പിടിപെട്ടിട്ടുള്ള ആളുകളില് ഇത് ഇഞ്ചക്ട് ചെയ്യാനായിട്ട് തുടങ്ങി. കുറച്ച് ആളുകൾക്ക് എന്താ പറയാ, ഈ രോഗം എന്താ പറയാ പ്രിവെന്റ് ചെയ്യാൻ, അതായത് രോഗം മാറാനായിട്ട് തുടങ്ങി. പിന്നെ വേറെ, അതായത് അവിടെയുള്ള ആളുകൾക്ക്, അതായത് രോഗം വരാത്ത ആളുകൾക്ക് വാക്സിൻ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി രോഗത്തെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ക്രമേണ ഇതിന്റെ മരണ നിരക്ക്, അതായത് മോർട്ടാലിറ്റി റേറ്റ് കുറഞ്ഞു വന്നു. അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ട്, അതായത് ലോകം മുഴുവനും ഈ വാക്സിൻ എന്ത് ചെയ്യാൻ തുടങ്ങി, കൂടുതൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. കാരണം മരണനിരക്ക് കൂടുതലുള്ള ഒരു രോഗമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മരണനിരക്ക് കുറഞ്ഞപ്പോൾ ആളുകളിൽ ഏറ്റവും കൂടുതൽ വാക്സിൻ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അപ്പോ ഇതാണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോ ആദ്യകാലത്താണ് വാക്സിനോ ട്രീറ്റ്മെന്റോ ഒന്നും ഉണ്ടാവാഞ്ഞത്. പിന്നീട് വാക്സിൻ കണ്ടുപിടിക്കുകയും ആളുകളിൽ അത് ഇഞ്ചക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മരുന്ന് കണ്ടുപിടിച്ചതിന് ശേഷം, വാക്സിൻ കൊടുത്തതിന് ശേഷം ആളുകളിൽ അസുഖം കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടെത്തി. ഓക്കെ, അപ്പോ ഇനി ഡിഫ്തീരിയയെ കുറിച്ച് കൂടുതൽ നമുക്ക് പറയാം. കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്ന് പറയുന്ന ബാക്ടീരിയയാണ് ഈ ഒരു രോഗം ഉണ്ടാക്കുന്നത് കേട്ടോ. ബാക്ടീരിയയുടെ പേരാണ് കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. ഓക്കെ, ആ ഒരു ബാക്ടീരിയയാണ് ഈ ഒരു രോഗം ഉണ്ടാക്കുന്നത്. രോഗം പിടിപെട്ട് കഴിഞ്ഞാല് 2 തുടങ്ങി 5 ദിവസത്തിനുള്ളിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ രോഗാവസ്ഥ മൂർച്ഛിക്കാനായിട്ട് ഇടയുണ്ട്. അപ്പോ ആ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ, അതിന്റെ ഇതൊക്കെ കാണിക്കുന്ന ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ 2 തുടങ്ങി 5 ദിവസം വരെ ഉള്ള ഒരു പീരീഡാണ്. പിന്നെ ഈ ഡിഫ്തീരിയ പകരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല്, ഒരു ഡിഫ്തീരിയ രോഗി തുമ്മുകയോ അല്ലെങ്കിൽ ചുമയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അതിലൂടെ തെറിക്കുന്ന ഡ്രോപ്സ് ഉണ്ടല്ലോ, ചെറുകണികകൾ ഉണ്ടല്ലോ, നമ്മൾ തുമ്മുമ്പോഴും ചുമയ്ക്കുമ്പോഴും ഉണ്ടാവുന്ന ഡ്രോപ്സിലൂടെ എന്ത് ചെയ്യാം, ആളുകളിലേക്ക് രോഗം സ്പ്രെഡ് ചെയ്യാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡിഫ്തീരിയ രോഗി ഉപയോഗിച്ചിട്ടുള്ള കർച്ചീഫുകള്, അവരുപയോഗിച്ചിട്ടുള്ള ഗ്ലാസുകള് തുടങ്ങിയവ മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിലൂടെയും ഈ രോഗം എന്ത് ചെയ്യാം, പകരാനുള്ള സാധ്യത കൂടുതലാണ്. ചില രോഗികൾ പുറമേ രോഗലക്ഷണങ്ങൾ ഒന്നും കാണിക്കാറില്ലെങ്കിലും രോഗം പിടിപെട്ട് 6 ആഴ്ച കാലത്തോളം രോഗം പരത്താനുള്ള ശേഷി ഉണ്ടായിരിക്കും. ചിലർക്ക് നമുക്ക് ഇതിനകത്ത് പറയുന്ന ചുമയോ തുമ്മലോ അങ്ങനെ ഒന്നും തന്നെ കാണുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അയാള് ആരോഗ്യവാനായിട്ട് തന്നെ ഇരിക്കും. റയർ ആയിട്ടുള്ള കേസുകളാണ് പറയുന്നത്. അപ്പൊ ആ രോഗികൾക്ക് എന്ന് പറഞ്ഞാല്, ആ രോഗികളുടെ ഉള്ളിൽ ഈ ബാക്ടീരിയ ഉണ്ട്, പക്ഷെ പുറമേ സിംറ്റംസ് ഒന്നും ഇല്ലെങ്കിലും 6 ആഴ്ച കാലത്തോളം എന്ത് ചെയ്യാൻ ശേഷിയുണ്ട്, രോഗം പരത്താനുള്ള ശേഷി ഈ ബാക്ടീരിയക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഡിഫ്തീരിയ ബാക്ടീരിയ പുറപ്പെടുവിക്കുന്ന വിഷസമാനമായ ടോക്സിനുകളാണ് ഈ രോഗത്തിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുന്നത്. അപ്പോ ഈ ഒരു ബാക്ടീരിയ എന്ത് പുറപ്പെടുവിക്കുന്നുണ്ട്, വിഷസമാനമായിട്ടുള്ള ടോക്സിൻസ് എന്ത് ചെയ്യുന്നുണ്ട്, പുറപ്പെടുവിക്കുന്നുണ്ട്. അതുമൂലമാണ് രോഗികളിൽ രോഗത്തിന്റെ കാഠിന്യം വർദ്ധിക്കുന്നത്, സിവിയറിറ്റി കൂടുന്നത്. ഓക്കെ,
പിന്നെ ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സാധാരണ ഒരു ജലദോഷം പോലെ തന്നെ മൂക്കിന്ന് വെള്ളം വരും, അതുപോലെ തന്നെ ചുമയുണ്ടാവും, തുപ്പലിറക്കുമ്പോൾ വേദന ഉണ്ടാവും, അതായത് നമ്മള് ഉമിനീരിറക്കുമ്പോൾ വേദന അനുഭവപ്പെടാം. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സിംറ്റംസ് ആണ്. സിംറ്റം എന്ന് പറയുകയാണെങ്കിൽ ഡോക്ടർമാരൊക്കെ ഇങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യാം. ശരിക്കും പറഞ്ഞാല് നമ്മുടെ തൊണ്ടയിൽ നിന്ന് സ്വാബ് എടുത്തിട്ടാണ് ഇതിന്റെ ടെസ്റ്റിന് കൊടുക്കുക, ഡിഫ്തീരിയയുടെ ടെസ്റ്റിന് കൊടുക്കുക. പക്ഷെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഡോക്ടർമാർക്ക് ഇത് ഡിഫ്തീരിയാണെന്ന് തിരിച്ചറിയാനായിട്ട്, ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ വാ തുറക്കൂലേ, അതായത് നമ്മൾ ഒന്ന് വാ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ അണ്ണാക്ക് കാണാൻ ഉള്ളിലായിട്ട് ആ ഒരു സ്ഥലത്ത്, അതായത് അറ്റത്തായിട്ട് പാലിന്റെ പാടയുണ്ടല്ലോ, നമ്മൾ പാല് കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാല് പാൽപ്പാട ഉണ്ടാവും അല്ലെ, മുകളിലായിട്ട് അതിന്റെ സർഫസിലായിട്ട് പാൽപ്പാട ഉണ്ടാവും. ആ പാൽപ്പാട പോലെ തൊണ്ടയുടെ അറ്റത്തായിട്ട് കാണാനായിട്ട് പറ്റും. വാ തുറക്കുമ്പോൾ വായുടെ അറ്റത്തായിട്ട് ഈ ഒരു പാൽപ്പാട പോലെ കാണാനായിട്ട് പറ്റും. അതാണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത്. അപ്പൊ കുട്ടികൾക്കൊക്കെ ഡിഫ്തീരിയ പിടിപെട്ട് കഴിഞ്ഞാൽ ഈ ഒരു സിംറ്റം കാണാറുണ്ട്. അപ്പൊ ഡോക്ടേഴ്സിന് അടുത്ത് വരുമ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ പറയുകയും ഡോക്ടർ വാ തുറന്ന് നോക്കുകയും ചെയ്യുമ്പോൾ ഈ ഒരു പാൽപ്പാട പോലെ കാണുന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ഡിഫ്തീരിയാണെന്ന് ഉറപ്പിക്കാം. വേണമെങ്കിൽ നമുക്ക് തൊണ്ടയിൽ നിന്ന് സ്രവം, അതായത് സ്വാബ് എടുത്തിട്ട് ടെസ്റ്റ് ചെയ്യാം, ഡിഫ്തീരിയ ടെസ്റ്റ് ചെയ്യാം. അപ്പൊ ഒന്നുകൂടി എന്ത് ചെയ്യാം, ഉറപ്പിക്കാനായിട്ട് പറ്റും. പക്ഷെ ടെസ്റ്റുകളുടെ ഒന്നും ആവശ്യമില്ല. ഈ ലക്ഷണങ്ങളോട് കൂടി ഈ ഒരു പാട പോലുള്ള പാട് കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫ്തീരിയാണെന്ന് ഉറപ്പിക്കാനായിട്ട് സാധിക്കും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ നിങ്ങളൊന്ന് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, കാണാനായിട്ട് സാധിക്കും കേട്ടോ. പാൽപ്പാട് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, കണ്ടിട്ടില്ലേ? പാൽപ്പാട കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അതുപോലെ ആയിരിക്കും നമ്മൾ വാ തുറന്ന് നോക്കുമ്പോൾ വാട അറ്റത്തായിട്ട് ആ ഒരു കാര്യം കാണാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ തലവേദന ഉണ്ടാവും, അതുപോലെ തന്നെ ഛർദി ഉണ്ടാവും, പിന്നെ എന്താ പറയാ, ഹാർട്ട് ബീറ്റ് ഒരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ കൈയും കാലും തളർന്നു പോകുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. മരണം വരെ സംഭവിക്കാവുന്ന ഒരു രോഗമാണ് ഡിഫ്തീരിയ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ കഴുത്തില് കഴല പോലെ കാണപ്പെടാം, ചെറിയ രീതിയിൽ കഴല പോലെ കഴുത്തിന്റെ ഭാഗത്തായിട്ട് ഉണ്ടാവും. പിന്നെ ശ്വാസതടസ്സം, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാവാം. പിന്നെ സൗണ്ടില് ചെറിയ വ്യത്യാസം ഉണ്ടാവാം, നമ്മുടെ സൗണ്ടിൽ വ്യത്യാസം ഉണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഇത് 2 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഡിഫ്തീരിയ രോഗം ഉണ്ടാകുന്നത്. കുട്ടികളിൽ നിന്ന് ഇത് മുതിർന്നവരിലേക്ക് എന്ത് ചെയ്യാം, സ്പ്രെഡ് ചെയ്യാം. ഓക്കെ. പ്രോപ്പർ വാക്സിനേഷൻ വരെ എടുത്ത കുട്ടികളാണെങ്കിൽ ഇത് വരാതെ നോക്കാനായിട്ട് പറ്റും. വാക്സിനേഷൻ കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നത്, അല്ലെങ്കിൽ രോഗങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നത് കറക്റ്റ് ആയിട്ട് നമ്മൾ വാക്സിൻസ് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് കേട്ടോ. അതൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് എല്ലാ രോഗത്തെയും പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ 90 to 95% ഇതിനെ പ്രിവെന്റ് ചെയ്യുന്ന വാക്സിൻ ആണ് DPT വാക്സിൻ എന്ന് പറയുന്നത്. മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ വളരെ ഹൈ ആണ്. ഇതൊരു നോട്ടിഫൈഡ് ഡിസീസ് ആണ്. ഓക്കെ. അപ്പോ 90-95% വരെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു വാക്സിൻ ആണ് നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്ന DPT വാക്സിൻ എന്ന് പറയുന്നത്. ഇതിന്റെ മോർട്ടാലിറ്റി റേറ്റ് ഹൈ ആണ്. ഇതൊരു നോട്ടിഫൈഡ് ഡിസീസ് ആണ് കേട്ടോ. ഓക്കെ. പിന്നെ ഇത് കോംപ്ലിക്കേഷനിലോട്ട് പോകുമ്പോൾ ഹാർട്ട് ബീറ്റ് നിന്ന് പോകാനുള്ള സാധ്യതയും ന്യൂമോണിയ ആകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത, ന്യൂമോണിയ ആവാനുള്ള സാധ്യതയൊക്കെ ഇതിന്റെ കോംപ്ലക്സ് സിറ്റുവേഷനിൽ ഉണ്ടാകുന്ന കാര്യമാണ് കേട്ടോ. ഓക്കെ. അപ്പോ ഇതാണ് ഡിഫ്തീരിയയെ കുറിച്ച് ഒരു കോമൺ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്. ഇതിനകത്ത് നമ്മൾ ഇനി ഇതിന്റെ വാക്സിൻ എന്താണെന്ന് നോക്കാം. DPT വാക്സിൻ ആണ് ഇതിന് നമ്മൾ കൊടുക്കുന്നത്, കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതായത് ഡിഫ്തീരിയ, പെർട്ടൂസിസ് അഥവാ വില്ലൻ ചുമ, ടെറ്റനസ് അഥവാ കുതിരസെറ്റി, ഈ 3 രോഗങ്ങൾക്ക് കൂടിയാണ് നമ്മൾ എന്ത് കൊടുക്കുക, DPT ഷോട്ട് ആയിട്ട് കൊടുക്കുക, DPT വാക്സിൻ കൊടുക്കുക. അത് ഏതൊക്കെ സമയത്താണ് കൊടുക്കുക എന്ന് നോക്കാം. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് കുഞ്ഞിന് 6 ആഴ്ച കാലം പ്രായമുള്ളപ്പോൾ, 6 ആഴ്ച പ്രായമുള്ളപ്പോൾ, അതായത് 6th വീക്കിൽ നമ്മള് ആദ്യത്തെ DPT ഷോട്ട് കൊടുക്കും. പിന്നെ അതിനെ തുടർന്ന് 10th വീക്ക്, 10ാമത്തെ ആഴ്ചയിൽ 2ാമത്തേത് കൊടുക്കും. ദെൻ 3ാമത്തെ ആഴ്ച, അതായത് 14ാമത്തെ വീക്ക്,
മൂന്നാമത്തെ പ്രാവശ്യം 14ാമത്തെ വീക്കിൽ നമ്മൾ മൂന്നാമത്തെ ഡോസ് കൊടുക്കും. അങ്ങനെ 3 ഡോസ് 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച, 6th വീക്ക്, 10th വീക്ക് ആൻഡ് 14th വീക്ക്. ഈ 3 വീക്കിലുമായിട്ട് നമ്മൾ കുഞ്ഞിനെ DPT-യുടെ ആദ്യത്തെ ഡോസ് കൊടുക്കുന്നു. ഇതിനെ DPT-യുടെ പ്രൈമറി ഡോസ് എന്ന് പറയുന്നു. ആദ്യത്തെ ഡോസിന് എന്താ പറയാ, ഈ 3 ആഴ്ച കാലം നമ്മൾ കൊടുക്കുന്ന ഡോസിനെ DPT-യുടെ പ്രൈമറി ഡോസ് എന്നാണ് പറയാ കേട്ടോ, പ്രൈമറി ഡോസ്. ഓക്കെ. പിന്നെ അതിനുശേഷം 10 ആഴ്ച കാലത്തിന് ശേഷം പിന്നീട് എപ്പോഴാണ് 14 വീക്സ് കൊടുക്കുന്നു. 14 വീക്സ്, ദെൻ 18 മന്ത്സ്, അതുപോലെ തന്നെ 4 തുടങ്ങി 4.5 വയസ്സ് വരെ ആ ഒരു പ്രായത്തിനിടയിൽ കൊടുക്കുന്നു. പിന്നെ 12 and 14 years, 12നും 14നും ഇടയിൽ പ്രായമുള്ളപ്പോൾ ആ ഒരു സമയത്തും കൊടുക്കുന്നു. ഇതിനെ നമ്മള് DPT-യുടെ ബൂസ്റ്റർ ഡോസ് എന്ന് പറയുന്നു. അപ്പൊ ആദ്യത്തെ 3 എണ്ണം എന്ന് പറഞ്ഞാൽ പ്രൈമറി ഡോസ് ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യത്തേത് പ്രൈമറി ഡോസും പിന്നീട് കൊടുക്കുന്നതിനെ ബൂസ്റ്റർ ഡോസും എന്നാണ് പറയുക. അപ്പൊ ഇങ്ങനെയാണ് DPT-യുടെ വാക്സിൻ നമ്മൾ എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ മാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഡിഫ്തീരിയ കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണെങ്കിലും, ഫോർ എക്സാമ്പിൾ മലപ്പുറത്തു നിന്നുള്ള ആരെങ്കിലും ഉണ്ട് ഇതിനകത്ത്? ഉണ്ട്. ഡിഫ്തീരിയ കേസ് റിപ്പോർട്ട് ചെയ്യാറുണ്ടോ അവിടെ? ഡിഫ്തീരിയ മറ്റേ കുറച്ച് മുന്നേ ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ചു മുന്നേ, അതായത് ഇടയ്ക്ക് മുമ്പൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് എനിക്ക് പറയണ്ടായിരുന്നു, 2019 തോന്നുന്നു ലാസ്റ്റ് റിപ്പോർട്ട്. എനിക്ക് തോന്നുന്നു, അങ്ങനെ കറക്റ്റ് അറിയില്ല, എടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. ഇടയ്ക്ക് ഡിഫ്തീരിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. അപ്പോ അവിടെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ മലപ്പുറം പോലെയുള്ള ഡിഫ്തീരിയ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ 10 വർഷം കൂടുമ്പോൾ അവിടെയുള്ള ആളുകൾക്ക് OT വാക്സിൻ, DT വാക്സിൻ എടുത്താൽ നന്നായിരിക്കും. അല്ലെങ്കിൽ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു നയമാണ് DT വാക്സിൻ. അതായത് ഡിഫ്തീരിയക്കും ടെറ്റനസിനും വേണ്ടിയിട്ട് മാത്രം. പെർട്ടൂസിന് അവിടെ കൊടുക്കുന്നില്ല, DT ആയിട്ടാണ്. ഈ രണ്ടിനും കൂടിയിട്ട് ഇത് കൊടുക്കുന്നുണ്ട്, വാക്സിൻ കൊടുക്കുന്നുണ്ട്. അവിടെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാക്സിൻ കൊടുക്കാറുണ്ട് 10 വർഷം കൂടുമ്പോൾ. കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണെങ്കിൽ മാത്രം അത് പറയുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, തൊണ്ടയിലെ സ്വാബ് അല്ലെങ്കിൽ സ്രവം എടുത്തിട്ടാണ് നമ്മള് ഡിഫ്തീരിയ ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്, ഉറപ്പിക്കുന്നത്, ഡയഗ്നോസ് ചെയ്യുന്നത് തൊണ്ടയിലെ സ്രവം എടുത്തിട്ടാണ്. പിന്നെ ആന്റി ടോക്സിൻ ട്രീറ്റ്മെന്റ് ആണ് ഇത് കൊടുക്കുക. ആന്റിബയോട്ടിക്സ് കൊടുക്കും. അതുപോലെ IV ആയിട്ട് അല്ലെങ്കിൽ IM ആയിട്ടൊക്കെ എന്ത് കൊടുക്കാറുണ്ട്, നമ്മൾ മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെൻസിലിൻ, അതുപോലെ എറിത്രോസയാമിൻ എന്ന് പറയുന്ന ടാബ്ലറ്റുകൾ ചെയ്യാറുണ്ട്, ഇതിന് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട്. ഡിഫ്തീരിയ രോഗിയുമായിട്ട് ഇടപഴകുവാണെങ്കിൽ നമ്മള് പ്രോഫിലാക്സിസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ എന്താ പറയാ, അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളാണ് എടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോ നമ്മള് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയിന്ന് വിചാരിക്കുക. ബർത്ത്ഡേ പാർട്ടിയിലെ ബർത്ത്ഡേ കുട്ടിക്ക് ഡിഫ്തീരിയാണ്, പക്ഷെ അത് ഡയഗ്നോസ് ചെയ്തിട്ടില്ല. ആ സമയം, അതായത് ആ കുട്ടിയുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്തു. പിറ്റേ ദിവസമാണ് അറിയുന്നത് ആ കുട്ടിക്ക് ഡിഫ്തീരിയ ആണെന്ന് അറിയുന്നത്. നമ്മൾ എന്ത് ചെയ്തു, ആ കുട്ടിയായിട്ട് ഭയങ്കരമായിട്ട് ഇന്ററാക്ട് ചെയ്തു. അപ്പൊ നമ്മളിൽ സ്വാഭാവികമായിട്ടൊരു പേടി ഉണ്ടാവും, അല്ലെ, നമ്മൾക്ക് വരാമെന്നുള്ളൊരു പേടി ഉണ്ടാവും. അപ്പൊ എറിത്രോസയാമിൻ എന്ന് പറയുന്ന ടാബ്ലറ്റ് ഇങ്ങനെ എമർജൻസി ഘട്ടങ്ങളിൽ ഡിഫ്തീരിയ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 10 ദിവസം കഴിക്കാവുന്നതാണ്. ഒരുവിധം വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇത്രയുമാണ് ഡിഫ്തീരിയയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ട് ഇതിനെ കുറിച്ച്? വേറെ എന്തെങ്കിലും നിങ്ങൾ പറയാട്ടോ. നമ്മള് 2-way കമ്മ്യൂണിക്കേഷനിലാണ് പോവുക, മിണ്ടാതിരിക്കരുത്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു എക്സ്പീരിയൻസും ഇല്ല ഡിഫ്തീരിയയുമായി ബന്ധപ്പെട്ടിട്ട്? ചുറ്റുവട്ടത്തുള്ള ആർക്കോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആർക്കെങ്കിലും ഒന്നും വന്നിട്ടില്ല ഈ രോഗം?
കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ശ്വാസതടസ്സം പിന്നെ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് അഡ്മിറ്റ് ഒക്കെ ആയിട്ടുണ്ട് ഇങ്ങനെ ഫാമിലിയിലുള്ള കുട്ടികൾക്കൊക്കെ. പക്ഷെ അത് നമുക്ക് ഇതാണെന്ന് അങ്ങനെ തുറന്ന് അവര് പറയില്ലല്ലോ. അപ്പൊ കുറെ ദിവസം ഇങ്ങനെ ഹോസ്പിറ്റലൈസ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ ആയേക്കാം. ആയേക്കാം അല്ലെ? ഇതേ ലക്ഷണം തന്നെ എന്റെ മോൾക്ക് ഉണ്ടായിരുന്നു. അവള് 1 വീക്ക് ഒക്കെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ന്യൂമോണിയ ആയിരുന്നു. പക്ഷെ ഇതുപോലെ തന്നെ അസുഖങ്ങള് ഇതേ ലക്ഷണങ്ങളൊക്കെ തന്നെ ആയിരുന്നു. ഇപ്പൊ മൂത്ത മോൻ ഇതുപോലെ ഇന്നലെ ഈ താടിയൊക്കെ ഭയങ്കര വീർത്തിട്ട് ഇന്നലെ ഡോക്ടറെ കാണിച്ചിരുന്നു. പക്ഷെ ഡോക്ടർ പറഞ്ഞ് ഇൻഫെക്ഷൻ ആണ്, കഫത്തിന്റെ ഒരു ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞത്. ഉപ്പുവെള്ളം ആവി കൊടുക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആന്റിബയോട്ടിക് 7 ദിവസത്തേക്ക് എഴുതി തന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ഡിഫ്തീരിയയുടെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞല്ലോ, അതിന്റെ ഏകദേശം കുറച്ചൊക്കെ ലക്ഷണങ്ങളുണ്ട്. പാൽപ്പാടയുടെ അതൊന്നുമില്ല, എങ്കിലും ഈ താടിയുടെ ഇവിടെ ഒക്കെ വീക്കം, അങ്ങനത്തെ എന്താണ് ജലദോഷം, മൂക്കടപ്പ്, അതിന്റെ പുറമെ തൊണ്ടവേദന, അതൊക്കെ ഉണ്ട് അവന്. ഓക്കെ, നമുക്ക് അടുത്തത് ഏതാണ്? ഡിഫ്തീരിയ ഇപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് അല്ലെ? അടുത്ത രോഗം ഏതാണ്? അടുത്ത ഡിസീസ് ഏതാണ്? വില്ലൻ ചുമ അല്ലെ? നമുക്ക് നോക്കാം എന്താണ് പെർട്ടൂസിസ് എന്ന് പറഞ്ഞാൽ കുട്ടികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന, അല്ലെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് നമ്മൾ ഏകദേശം കണ്ടുവരുന്ന ഒരു രോഗമാണ് പെർട്ടൂസിസ് എന്ന് പറയുന്നത്. കുട്ടികളിലാണ് കൂടുതലായിട്ട് കണ്ടുവരിക. ചെറിയ ചുമയിൽ തുടങ്ങി പിന്നെ വളരെ വലിയ രീതിയിൽ നിർത്താതെ ചുമയ്ക്കുകയും ഒടുവിൽ ചുമച്ച് ഛർദ്ദിക്കുകയും ചെയ്യുന്നതാണ് പെർട്ടൂസിസ് എന്ന് പറയുന്ന രോഗം. ഓക്കെ, എന്താണ് ചെറിയ രീതിയിലായിരിക്കും ചുമ തുടങ്ങുന്നത്, പക്ഷെ പിന്നെ വലിയ രീതിയിൽ ഇത് എന്ത് ചെയ്യുന്നു, നിർത്താതെ ഇവര് ചുമയ്ക്കുകയും ഒടുവില് ചുമച്ച് ഛർദ്ദിക്കുകയും ചെയ്യുന്നു. 100 ദിവസത്തെ ചുമ എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. 100 ദിവസത്തെ ചുമ എന്നാണ് ഇതിനെ പറയുന്നത്. ബോർഡല്ല പെർട്ടൂസിസ് എന്ന ബാക്ടീരിയയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോ ഇത് ബാക്ടീരിയയുടെ പേരെന്താണ്? ബോർഡല്ല പെർട്ടൂസിസ് കേട്ടോ. ബോർഡല്ല പെർട്ടൂസിസ്. നേരിയ പനിയും മൂക്കൊലിപ്പും അതുപോലെ തന്നെ ശ്വാസം വെള്ളിലേക്ക് എടുക്കുമ്പോൾ വലിയ ഒച്ച ഉണ്ടാക്കുന്ന ഒരു ഇതും ഈ ഒരു രോഗത്തിന് കാണാനായിട്ട് സാധിക്കും. നേരിയ പനി ഉണ്ടാകും, അതുപോലെ തന്നെ മൂക്കൊലിപ്പ് ഉണ്ടാകും, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വലിയ രീതിയിൽ, ഇപ്പൊ നമ്മൾ ആസ്മ പേഷ്യൻസിനൊക്കെ കാണാറില്ലേ, അവര് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വലിയ രീതിയിൽ വിസിലടിക്കുന്ന പോലെ ശബ്ദം കേൾക്കാറുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ടോ? വിസിലടിക്കുന്ന പോലെ ശബ്ദം കേട്ടിട്ടുണ്ടോ ആസ്മ രോഗികൾക്ക്? അതും കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട് മാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിംറ്റംസ് ഒക്കെ ഉണ്ടാകും. പിന്നെ ശരീരത്തിന് നീല നിറം ഉണ്ടാവും. ശരീരത്തിന് നീല നിറമായിരിക്കും. 1 വയസ്സിന് താഴെയുള്ള കുട്ടികളില് കഠിനമാകാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, അതായത് 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതെങ്കിൽ അതിന്റെ തീവ്രത വർദ്ധിക്കാനായിട്ടുണ്ട്. ഭയങ്കരമായിട്ടുള്ള ചുമയാണെന്ന് ഞാൻ പറഞ്ഞു. ചുമയുടെ കാഠിന്യം മൂലം തലച്ചോറില് ബ്ലീഡിങ് ഉണ്ടാവുകയും പിന്നീട് രോഗം ഗുരുതരമായിട്ടും ചെയ്യാം. അതായത് ഭയങ്കരമായിട്ട് ചുമക്കുമ്പോൾ നമുക്കറിയാം, ഭയങ്കരമായിട്ട് നമുക്ക് ചുമ വരുമ്പോൾ നമ്മുടെ തലയുടെ ഈ ഭാഗമൊക്കെ ഭയങ്കരമായിട്ട് വിങ്ങുന്നത് പോലെ അനുഭവപ്പെടാം അല്ലെ? അപ്പൊ നിർത്താതെയാണ് ഈ ചുമച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുട്ടിക്ക് വന്നാൽ ഭയങ്കര നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അത്രയും എന്താണ് പറയാ, ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര വിഷമം തോന്നും കുട്ടികൾ ഇങ്ങനെ കിടന്ന് ചുമക്കുമ്പോൾ. അപ്പോ 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് ഇത് സാധാരണ വരുന്നതെങ്കിൽ നമ്മള് പറയണ്ട അല്ലെ, അവർ ഇത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവും ആ ഒരു സ്റ്റേജിലൊക്കെ. അപ്പോ ഈ ഒരു ചുമയുടെ കാഠിന്യം മൂലം എന്തുണ്ടാവുന്നു, തലച്ചോറില് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കണ്ണില് തൊലിപ്പുറമെ സ്കിന്നിനോട് ചേർന്നിട്ടെങ്കിൽ നമുക്ക് രക്തത്തിന്റെ ഒരു അംശം കാണാനായിട്ട് ഈ രോഗത്തില് സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നെ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാല് വെന്റിലേറ്റർ ചികിത്സ ആവശ്യമാണ്. രോഗി മൂക്ക് ചീറ്റുമ്പോഴും ചുമയ്ക്കുമ്പോഴും രോഗം വരാം എന്ന് പറയുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്, ഇന്ത്യയിൽ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ചേരികളിൽ താമസിക്കുന്ന, അതായത് സ്ട്രീറ്റ് ഏരിയയിൽ താമസിക്കുന്ന, താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്കാണ്. ഓക്കെ, ചേരി പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന കുട്ടികളെ കണ്ടിട്ടില്ലേ, അവർക്കൊക്കെയാണ് ഈ പെർട്ടൂസിസ് എന്ന് പറയുന്ന രോഗം വ്യാപകമായിട്ട് കാണാനായിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഇൻക്യൂബേഷൻ പീരീഡ് എന്ന് പറയുന്നത്
17 to 14 days ആണ്. 7 തുടങ്ങി 14 ദിവസം വരെയാണ് ഇതിന്റെ ഇൻക്യുബേഷൻ പീരീഡ്. ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മൂക്ക് മുതൽ ശ്വാസനാളി വരെ ഇതിന്റെ ബാക്ടീരിയകൾ വസിക്കുന്നു. അതായത് നമ്മുടെ മൂക്ക് തുടങ്ങി ശ്വാസനാളി വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബാക്ടീരിയ, അതായത് ബോർബെല്ല പെർtussis എന്ന് പറയുന്ന ബാക്ടീരിയ പറ്റിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന്റെ സിവിയറിറ്റി, അതുകൊണ്ടാണ് ഇങ്ങനെ നിർത്താതെ ചുമച്ചുകൊണ്ടിരിക്കുന്നത്. മൂക്ക് മുതൽ ശ്വാസനാളി വരെ ബാക്ടീരിയകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് നിർത്താതെ രോഗി ചുമക്കുന്നത്. ഓക്കെ, പിന്നെ ഇതിന്റെ കോമൺ ആയിട്ടുള്ള സിംറ്റം ഞാൻ പറഞ്ഞു. ഇനി ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ്, അതായത് ഈ പെർtussis ബാധിച്ച ഒരാൾക്ക്, ബാധിച്ച ഒരു കുട്ടിയായാലും അല്ലെങ്കിൽ മുതിർന്ന ഒരാളായാലും ഫസ്റ്റ് സ്റ്റേജിലാണ് പനി, ജലദോഷം പോലുള്ള സിംറ്റംസ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ എന്തുണ്ടാകുന്നു? പനി, ജലദോഷം ഉണ്ടാകുന്നു. സെക്കൻഡ് സ്റ്റേജില് ചുമ ഉണ്ടാകുന്നു. തേർഡ് സ്റ്റേജില് ശരീരത്തിൽ ചുവന്ന പാടുകൾ ഉണ്ടാകുന്നു. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൽ എന്താണ്? പനിയും ജലദോഷവും ഉണ്ടാകുന്നു. സെക്കൻഡ് സ്റ്റേജിൽ ചുമ ഉണ്ടാകുന്നു. തേർഡ് സ്റ്റേജിൽ ചുവന്ന പാടുകൾ ഉണ്ടാകുന്നു. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു, ഡിഫ്തീരിയയുടെ കേസിൽ തൊണ്ടയിൽ നിന്ന് സ്വാബ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുക, സ്രവ് എടുത്തിട്ടാണ് ടെസ്റ്റ് അയക്കുക. അതുപോലെ തന്നെ പെർtussis കാര്യത്തിൽ അതുപോലെ തന്നെയാണ്, തൊണ്ടയിൽ നിന്നുള്ള സ്രവ് എടുത്തിട്ട് ടെസ്റ്റിന് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് പ്രധാനപ്പെട്ടതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ്, പെന്റാവാലന്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ വാക്സിൻ നമ്മൾ കൊടുക്കാറുണ്ട്. പെന്റാവാലന്റ് ഓക്കെ, ചികിത്സ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ DTP വാക്സിൻ കൊടുക്കുന്നുണ്ട്. DTaP എന്ന് പറയുന്ന ഒരു വാക്സിൻ കൊടുക്കുന്നുണ്ട്. പെന്റാവാലന്റ്, DTP, DTaP ഇത് കുട്ടികളിലാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, പെന്റാവാലന്റ്, DTP, DTaP ഇത് 3 കുട്ടികളിലാണ് കൊടുക്കുക. മുതിർന്നവർക്കാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് TDAP. മറിച്ചിട്ടാ മതി, DTaPനെ മറിച്ചിട്ടാല് TDAP ആവും അല്ലെ. TDAP മുതിർന്നവർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇതൊന്നും PDF ഇല്ലാത്തതല്ലേ, എന്നാൽ നമ്മൾ ഇത് ഫുൾ എഴുതേണ്ടി വരുവാ? എന്താ? ഇതൊന്നും PDF ഇല്ലല്ലോ. PDF കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലാതെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അല്ല, അത് നമ്മൾ കംപ്ലീറ്റ് നോട്ട്സിൽ എഴുതേണ്ടി വരുമോന്ന് വെച്ച്. നിങ്ങൾക്ക് ലെക്ചർ നോട്ട് എഴുതിയാൽ മതി, വേറെ നോട്ട്സ് ആയിട്ടൊന്നും എഴുതണ്ട. പറയുന്ന കാര്യങ്ങൾ അപ്പൊ ലെക്ചർ നോട്ട് എഴുതിയിട്ടില്ല നിങ്ങൾ കോളേജിലൊക്കെ പഠിക്കുമ്പോ, അതുപോലെ എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ നമ്മള് PDF ഒക്കെ വിചാരിച്ചിട്ട് മാത്രം ഇരിക്കരുത്. PDF ഇല്ലാത്ത ധാരാളം കാര്യങ്ങൾ പറയും. നിങ്ങളാണ് ശരിക്കും പറയുന്നത്, പക്ഷെ നിങ്ങൾ മിണ്ടാതിരിക്കുക ചെയ്യുന്നത്. വേറെ ക്ലാസ്സിലൊന്നും നിങ്ങൾ പറയാറില്ല. ജിഷാനസിന്റെ ക്ലാസ്സിലൊക്കെ വർത്താനം പറയാറില്ലേ? വർത്തമാനം മീൻസ് ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാറില്ലേ? നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇതിനെ കുറിച്ച് അത്ര അറിവില്ലാത്തതുകൊണ്ടാണ് പിന്നെ അല്ലേ? ഓക്കെ, ഞാൻ ഒരു ആക്ടിവിറ്റി നിങ്ങൾക്ക് തരാം. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാല് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എന്തൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്? പൊണ്ണത്തടി, ഒബിസിറ്റി, രക്തസമ്മർദ്ദം, ഫാറ്റി ലിവർ, പിന്നെ ലിവർ സിറോസിസ്, ലിവർ സിറോസിസ്, ക്യാൻസർ. എന്താ? നമ്മള് ഈ രോഗങ്ങളൊക്കെ പ്രധാനമായിട്ട് വരാനുള്ള കാരണം നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള്, നമ്മുടെ ജീവിതശൈലി അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യാത്തത് മൂലം, ഇങ്ങനെയൊക്കെ ധാരാളം കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഈ രോഗങ്ങള് നമ്മളെ ബാധിക്കുന്നത്. അപ്പോ കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു എന്താ പറയാ മീൽ പ്ലാൻ ഉണ്ട്. അതിനകത്ത് നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സ് നമ്മൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക, ഫൈബേഴ്സ് അടങ്ങിയുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മൺഡേ തുടങ്ങി സാറ്റർഡേ വരെയുള്ള നമ്മള് അതായത് മൺഡേ ടു സൺഡേ ആ ഒരു 7 ദിവസം വരുന്ന കാലയളവിലുള്ള മീൽ പ്ലാൻ പ്രിപ്പയർ ചെയ്യുക.
ഇപ്പൊ രാവിലെ നിങ്ങൾ എന്ത് കഴിച്ചു? ഇപ്പൊ രാവിലെ ചിലപ്പോൾ ഇഡ്ഡലി ആയിരിക്കാം കഴിക്കുന്നത്, ഇഡ്ഡലിയും ചമ്മന്തിയും ആയിരിക്കാം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും ആയിരിക്കാം കഴിക്കുന്നത്. പിന്നെ മിഡ് മോർണിംഗ് സ്റ്റാമ്പ് ആയിട്ട് നിങ്ങൾ ഓറഞ്ച് കഴിക്കാം. പിന്നെ ഉച്ചയ്ക്ക് നിങ്ങൾ എന്താണോ കഴിക്കുന്നത് അത് എഴുതുക. വൈകുന്നേരം കഴിക്കുന്നത്, രാത്രി ഡിന്നർ കഴിക്കുന്നത്. അപ്പൊ ഈ ഒരു 7 ദിവസം നിങ്ങൾ കഴിക്കുന്ന കാര്യങ്ങള് ഒരു ചാർട്ടില് എഴുതി വെക്കുക. ചാർട്ടിൽ എഴുതി വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, കൂടുതൽ പിക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ചെയ്യാന്നുണ്ട്. ഇപ്പൊ രാവിലെ ഞാൻ പറഞ്ഞു മിഡ് മോർണിംഗ് സ്നാക്ക് ആയിട്ട് നിങ്ങൾ ഓറഞ്ച് ആണ് കഴിക്കുന്നത്, വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓറഞ്ചിന്റെ ഫോട്ടോ അവിടെ പേസ്റ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ അതിന്റെ പടം വരച്ചിട്ട് വെക്കാം. ഇപ്പൊ വൈകുന്നേരം ചപ്പാത്തിയാണ് കഴിക്കുന്നത്, ചപ്പാത്തിയും കറിയുമാണ് കഴിക്കുന്നതെങ്കിൽ അതിന്റെ പടം വരച്ച് വെക്കാം, അല്ലെങ്കിൽ ഫോട്ടോ ഒട്ടിച്ചു വെക്കാം. അപ്പൊ ഇങ്ങനെ ഒരു ടേബിൾ ആയിട്ട് സൺഡേ തുടങ്ങി ഈ ഒരു സൺഡേ ടു മൺഡേ ആ ഒരു ഇതില്, സൺഡേ ടു സാറ്റർഡേ ആ ഒരു ഇതില് വരുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് ഒരു മീൽ പ്ലാൻ നിങ്ങൾ തയ്യാറാക്കാം. ഇതൊരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ അതെല്ലാവരും കാണിക്കാം. റെഡിയാണോ ചെയ്യാനായിട്ട്? ഇത് അസൈൻമെന്റ് അല്ല, ആക്ടിവിറ്റി ആണ് കേട്ടോ. ഓക്കെ, അസൈൻമെന്റ് അല്ല, ആക്ടിവിറ്റി ആണ്. ഓക്കെ, അത് നോക്കുക. then അടുത്തത് നമുക്ക് ടെറ്റനസ് ആണ് പറയാനുള്ളത് കേട്ടോ. ടെറ്റനസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടെറ്റനസ് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് അല്ലേ? ഇതിനൊരു പേര് പറയും, ടെറ്റനസിന് ഒരു പേര് പറയാറുണ്ട്. ഈ വായ തുറക്കാൻ പറ്റാത്ത മസിൽസിനൊക്കെ സ്റ്റിഫ്നെസ് വന്നിട്ട് നമുക്ക് വായ ഇങ്ങനെ തുറക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അതിന് ലോക്ക് ജോ ഡിസീസ് എന്ന് പറയണേന്ന് കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട് അല്ലേ? കുതിരസനി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? കുതിരസനി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടില്ല അല്ലേ? ആ, ഓക്കെ. ഇപ്പൊ ടെറ്റനസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ പേരാണ് ക്ലോസ്ട്രിഡിയം ടെറ്റനി. ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറയുന്ന ബാക്ടീരിയ ആണ് ഈ ഒരു രോഗം ഉണ്ടാക്കുന്നത്. ഒരിക്കൽ കൂടി പറയാം. പറയോ? ആ, ഞാനിവിടെ കമന്റ് ചെയ്യാം, ടൈപ്പ് ചെയ്തതാ കേട്ടോ. ക്ലോസ്ട്രിഡിയം ടെറ്റനി ബാക്ടീരിയയുടെ പേരാണ് ക്ലോസ്ട്രിഡിയം ടെറ്റനി. പെർtusisന്റെ ബാക്ടീരിയയുടെ പേരെന്തായിരുന്നു? പെർtusisന്റെ ബാക്ടീരിയ മാം ബോർഡറ്റില്ല പെർtussis. ബോർഡറ്റില്ല പെർtussis. ആണെങ്കിലോ കൊറിനി ബാക്ടീരിയ ഡിഫ്തീരിയ കേട്ടോ. അപ്പോ ടെറ്റനസിന്റേത് ക്ലോസ്ട്രിഡിയം ടെറ്റനി. എല്ലാവരും നോട്ട് ചെയ്തോ? മാം എല്ലാത്തിന്റെ സ്പെല്ലിംഗ് പറയോ? ഫസ്റ്റ് പറഞ്ഞത് എല്ലാത്തിന്റെ സ്പെല്ലിംഗോ? എല്ലാത്തിന്റെ ആണോ ചോദിക്കുന്നത്? കൊറിനി ബാക്ടീരിയം CORINI കൊറിനി ബാക്ടീരിയം. ബാക്ടീരിയ എഴുതില്ലേ, അതിന്റെ കൂടെ ഒരു IUM ചേർത്താൽ മതി. ബാക്ടീരിയം ഡിഫ്തീരിയ. കൊറിനി ബാക്ടീരിയം ഡിഫ്തീരിയ ആണ് ഡിഫ്തീരിയ സ്പ്രെഡ് ആകുന്നത്. അടുത്തത് ബോർഡല്ല പെർtussis PORTELLA pertussis. ടെറ്റനസ് ആണ് ക്ലോസ്ട്രിഡിയം ടെറ്റനി. ഞാൻ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്, ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ക്ലോസ്ട്രിഡിയം ടെറ്റനി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ടെറ്റനസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മണ്ണിൽ ഉണ്ടാകുന്ന രോഗാണുമാണ്. ഓക്കെ, ഈ ടെറ്റനസിന്റെ ഈ ബാക്ടീരിയ ഉണ്ടല്ലോ, മണ്ണിൽ ഉണ്ടാകുന്ന ഒരു രോഗാണുവാണ് ഈ ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറയുന്നത്. മണ്ണിൽ ഉണ്ടാകുന്ന രോഗാണു. ഇതിലൊന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മണ്ണിൽ ഉണ്ടാകുന്ന
രോഗാണു. നമ്മള് എന്താ പറയാ, കുഞ്ഞുങ്ങളൊക്കെ ചെളിയിലൊക്കെ കളിക്കുമ്പോൾ അവരുടെ കൈകാലുകൾക്ക് മുറിവുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിലൂടെ രോഗാണു ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കും. ഓക്കെ, ഈ രോഗം എങ്ങനെ ഉണ്ടാവുന്നേ? അതായത് നമ്മുടെ ശരീരത്തിൽ മുറിവുകളോ പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ മണ്ണിലൊക്കെ കളിക്കുമ്പോൾ അതിലൂടെ, മണ്ണിലുണ്ടാകുന്ന രോഗാണു ആണെന്ന് പറഞ്ഞു, അതിലൂടെ ബോഡിയിലേക്ക് മുറിവിലൂടെ ശരീരത്തിനകത്തേക്ക് അത് പ്രവേശിക്കും. ക്ലോസ്ട്രീഡിയം ടെറ്റനി എന്ന് പറയുന്ന രോഗമാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ ലക്ഷണങ്ങൾ നേരത്തെ ഒരു കുട്ടി പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ മാംസപേശികൾ, അതായത് നമ്മുടെ മസിൽസ് വലിഞ്ഞു മുറുകി ചലിക്കാൻ പറ്റാതെ വരാം. മാംസപേശികൾ വലിഞ്ഞു മുറുകി ചലിക്കാൻ പറ്റാതെ വരാം. ശ്വാസം എടുക്കുന്നതിൽ ബുദ്ധിമുട്ട് വരാം. മുഖത്തെ, അതായത് നമ്മുടെ വായിലെ, അതായത് ഈ ഒരു പോർഷനിലെ നമ്മുടെ മസിൽസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വലിഞ്ഞു മുറുകി എന്താകും? ടൈറ്റ് ആകും. അതുകൊണ്ടാണ് ഈ രോഗത്തെ ലോക്ജോ എന്ന് വിളിക്കുന്നത്. അതായത് ഈ ഒരു ഭാഗത്തെ നമ്മുടെ മസിൽസ് ഒക്കെ ഭയങ്കരമായിട്ട് വലിഞ്ഞു മുറുകി ടൈറ്റ് ആകുന്നു. അതുകൊണ്ട് ലോക്ജോ എന്നാണ് ഈ ടെറ്റനസ് എന്ന് പറയുന്ന ഒരു രോഗം കൂടുതലായിട്ട് അറിയപ്പെടുന്നത്. പിന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവും, നമ്മുടെ ശ്വാസകോശം ലങ്സ് ടൈറ്റ് ആകും. അതൊക്കെ എന്താണ് ഇതിന്റെ കോമൺ ആയിട്ട് കാണുന്ന സിംറ്റംസ് ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് ആഴത്തിലുള്ള മുറിവുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഈ ഒരു ഡോസ്, അതായത് ടെറ്റനസിന്റെ ഡോസ് ടിക്ക് നമ്മൾ 10 വർഷം കൂടുമ്പോൾ ആളുകൾക്ക് കൊടുക്കാറുണ്ട്. നമ്മൾക്കറിയാം, നമ്മൾക്ക് എന്തെങ്കിലും ഒരു മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെ, പാണി കുത്തിക്കയറോ അല്ലെങ്കിൽ മൃഗങ്ങളിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കടിയോ അല്ലെങ്കിൽ മാന്തലോ ഒക്കെ ലഭിക്കുകയാണെങ്കിൽ, അതായത് നമ്മളെ എന്താ പറയാ, പൂച്ചയോ പട്ടിയോ എന്തെങ്കിലുമൊക്കെ മാന്തോ ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ പോയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ആശുപത്രിയിൽ പോയിട്ട് ടി എടുക്കും അല്ലെ? അതായത് ഇതിനെ പ്രിവെന്റ് ചെയ്യുന്നതിനാണത് കേട്ടോ ടി എടുക്കുന്നത്. ഗർഭിണികളിൽ 2 പ്രാവശ്യം ടി എടുക്കാറുണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, 2 പ്രാവശ്യം പ്രഗ്നന്റ് ആയിട്ടുള്ള, അതായത് നിങ്ങളുടെ അമ്മമാരാണെങ്കിൽ അറിയാനായിട്ട് സാധിക്കും. പ്രഗ്നന്റ് ആയിട്ട് 2 പ്രാവശ്യം ടി എടുക്കാറുണ്ട്. ഗർഭാവസ്ഥയിൽ ആദ്യത്തെ 2 പ്രാവശ്യങ്ങളിലായിട്ട് ടി എടുക്കാറുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് പ്രഗ്നന്റ് ലേഡീസിന് ടി എടുക്കുന്നത് 2 പ്രാവശ്യം. ശിശുവിലേക്ക് അത് പകരാതിരിക്കാനായിരിക്കും. നവജാത ശിശുക്കൾക്ക് അഥവാ ന്യൂബോർൺ ബേബീസിന് ഈ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് 2 പ്രാവശ്യം ഈ ടി എടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കൊച്ചുകുട്ടികളെ മൃഗങ്ങൾ കടിക്കുവാണെങ്കിലോ അല്ലെങ്കിൽ മാറ്റുവാണെങ്കിലോ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? അല്ലെങ്കിൽ മുതിർന്നവരെ ആയാലും ചെയ്യുമ്പോൾ നമ്മൾ പോയി ടി എടുക്കാറുണ്ട്. ഇത് പ്രത്യേകിച്ച് പറയുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഈ രോഗാണെന്ന് പറഞ്ഞാൽ മണ്ണിൽ ഉണ്ടാകുന്ന രോഗാണുമാണ്, അല്ലെ? അപ്പൊ നമുക്കറിയാം, ഈ പട്ടിയും പൂച്ചയും ഒക്കെ മണ്ണിൽ നടക്കുമല്ലോ. അപ്പൊ അവരുടെ നഖത്തിന്റെ ഇടയിലായിട്ട് ഈ രോഗാണു എന്ത് ചെയ്യും? പറ്റിപ്പിടിച്ചിരിക്കും. ഓക്കെ, അങ്ങനെ ഈ പട്ടിയോ പൂച്ചയോ നമ്മളെ ആ നഖം മാറുമ്പോൾ ആ മുറിവിലൂടെ ഈ നഖത്തിന്റെ ഇടയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന രോഗാണു എന്ത് ചെയ്യാം? ബോഡിക്കകത്തേക്ക് പ്രവേശിക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഉടനെ പോയിട്ട് എന്ത് ചെയ്യുന്നത്? ടി എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്, മണ്ണിൽ ഉണ്ടാവുന്നത് കൊണ്ട് ഇങ്ങനെയും ചില കാര്യങ്ങൾ ഇതിന്റെ പുറകിലുണ്ടെന്ന് കരുതുക. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ടെറ്റനസിനെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട സിംറ്റംസ് ഞാൻ പറഞ്ഞു. നമ്മുടെ മാംസപേശികൾ വലിച്ചു മുറുകിയിട്ടായിരിക്കും ഉണ്ടാവാം. പ്രത്യേകിച്ച് നമ്മുടെ വായ് ഭാഗത്തെ അല്ലെങ്കിൽ നമ്മുടെ മുഖത്തെ മാംസപേശികൾ കൂടുതലായിട്ട് വലിഞ്ഞു മുറുകിയിട്ടായിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുക. ടെറ്റനസ് എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഉണ്ടോ? അറിവുണ്ടോ ടെറ്റനസിനെ കുറിച്ച് കൂടുതലായിട്ട്? ഇല്ല, അറിവില്ല അല്ലെ? എക്സ്ക്യൂസ് മീ മാം. മാം ഇപ്പൊ പറഞ്ഞില്ലായിരുന്നു അസൈൻമെന്റും ആക്ടിവിറ്റി, അത് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമോ? ഇപ്പൊ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ട്ബുക്കിൽ മാത്രം എഴുതണതാണോ? ഗൂഗിൾ ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യണ്ടേ? ചെയ്യണ്ട.
നമ്മൾ നോട്ട്ബുക്കിൽ തന്നെ എഴുതണം എന്ന് നിർബന്ധമില്ല. നമുക്ക് ചാർട്ട് പേപ്പറിൽ ചെയ്യാം, A4 ഷീറ്റിൽ ചെയ്യാം, ബുക്കിൽ ചെയ്യാം, എങ്ങനെയായാലും ചെയ്യാം ആക്ടിവിറ്റീസ്. ആക്ടിവിറ്റീസിന് നമുക്ക് മാർക്കില്ല, പക്ഷെ ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. എപ്പോഴാണെന്നോ നിങ്ങൾ ട്രെയിനിങ്ങിന് പോകില്ലേ സ്കൂളുകളിൽ, അപ്പോ കുട്ടികളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒന്നാണ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആക്ടിവിറ്റീസിൽ പെടും. അതുപോലെ പേപ്പർ വർക്കുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആക്ടിവിറ്റീസിൽ പെടും. അതൊക്കെ ആക്ടിവിറ്റീസ് ആയിട്ട് നമുക്ക് ചെയ്യാം. അത് നമ്മൾ കാണുന്നില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് കാണിക്കാൻ പറയുവാണെങ്കിൽ നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഓക്കെ. പക്ഷെ അസൈൻമെന്റ് എന്ന് പറയുന്നത്, ഞങ്ങളിപ്പോ ഒരു അസൈൻമെന്റ് ഞാൻ നിങ്ങൾക്ക് തരുമ്പോ അസൈൻമെന്റ് ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവും. ഓക്കെ ഓക്കെ മാം. അപ്പൊ മൈൽഡ് എന്ന് പറഞ്ഞിട്ടൊരു മാം ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. അത് ഈ സെയിം തന്നെയായിരുന്നു. അത് ഞങ്ങൾ ഇപ്പൊ ചെയ്തിട്ടേ ഉള്ളൂ. ക്വാണ്ടിറ്റി വിത്ത് കൈവശം വെച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അപ്പൊ സെയിം ഏത് ആക്ടിവിറ്റിയാ തന്നിരുന്നേ? ഇതുപോലെ തന്നെ നമ്മൾ കഴിക്കണ ഫുഡിന്റെ വിത്ത് ക്വാണ്ടിറ്റി ഒരു ചാർട്ട് പോലെ പ്രസന്റ് ചെയ്യാനാ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഏതൊക്കെ ടൈമില് എത്ര ക്വാണ്ടിറ്റിയിൽ ഫുഡ് കഴിച്ചു എന്നുള്ള ഇത് ചെയ്യാനാ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം വായിച്ചിട്ടേ ഉള്ളൂ. നമ്മൾ ചെയ്തിട്ട് മാം വായിപ്പിച്ചിരുന്നു. അത് കയ്യിൽ വെച്ചോളൂ കേട്ടോ. ഇത് ഒരു ദിവസത്തെയാണ് ഒരു ദിവസത്തെയാണ് അല്ലെ? ഞാനിത് എല്ലാ കുട്ടികളെയും കൊണ്ട് ചെയ്യിപ്പിക്കാറുണ്ട്. എടുക്കുമ്പോൾ ഒന്ന് ഇമ്മ്യൂണൈസേഷന്റെ ചാർട്ട് കൊടുക്കാറുണ്ട്. അത് ആക്ടിവിറ്റി ആയിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. രണ്ടാമത് അത് അസൈൻമെന്റ് ആയിട്ടാണ് ചെയ്യിപ്പിക്കുന്നത്. അത് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് സബ്മിറ്റ് ചെയ്യണ്ടേ. ഇതൊന്ന് ആക്ടിവിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നമുക്കിത് കൊണ്ടുപോകാം. കുട്ടികളെ നമുക്കിപ്പോ ചാർട്ട് പേപ്പറിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് റൂമിൽ കുട്ടികളെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ചാർട്ട് പേപ്പർ എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ഹാങ് ചെയ്തിട്ട് അവരെ നമുക്ക് ഓരോന്ന് കാണിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ. പിന്നെ അതുപോലെ തന്നെ പ്രാക്ടിക്കൽസിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇവിടെ വരുമല്ലോ, വരുമ്പോ ഒരു ദിവസം വരാനുണ്ടാവും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഞങ്ങളത് മാർക്ക് ഇട്ട് തരും. ഓക്കെ, കൊണ്ടുവരുവാണെങ്കിൽ. ഓക്കെ മാം. മറ്റേ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മള് നോട്ട്ബുക്കിൽ എഴുതിയാൽ മതി, അല്ലെങ്കിൽ അത് മിസ്സാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോട്ടിലാ ചെയ്തിട്ടുണ്ടായിരുന്നേ. നിങ്ങൾ നോട്ടിൽ തന്നെ വേണം. നോട്ട് ആകുമ്പോ നമുക്ക് എന്താ പറയാ, കുട്ടികൾക്ക് അത് കാണിക്കുമ്പോ അട്രാക്ഷൻ തോന്നില്ല. ശരിയല്ലേ പറഞ്ഞേ? ഓക്കെ 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 മാം. നമുക്ക് കൂടുതൽ കുഞ്ഞു കുട്ടികളാണ് നമ്മുടെ മുമ്പിൽ വരുന്നത് അല്ലെ? അപ്പൊ അവർക്ക് കൂടുതൽ കണ്ണിന് കൂടുതൽ രസമുള്ള കാഴ്ചകളാണ് അവർ കാണേണ്ടത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അട്രാക്റ്റീവ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ ഫീൽ പ്ലാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത്. അതില് പല ഫോട്ടോസ് ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് കാണിച്ചു കൊടുക്കാം. അപ്പൊ രാവിലെ നിങ്ങൾ ഈ ഭക്ഷണമാണ് കഴിക്കുന്നത്, ഉച്ചയ്ക്ക് ഇതാണ്. അവർക്ക് ഏകദേശം നമ്മൾ പറയുന്നതിനേക്കാൾ ഇപ്പൊ ചപ്പാത്തിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്താൽ അതറിയാം, അത് ചപ്പാത്തിയാണെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഫ്രൂട്ട്സ് പഠിക്കും അതിലൂടെ തന്നെ. അങ്ങനെയുള്ള പിന്നെ വെജിറ്റബിൾസ് അല്ലെങ്കിൽ വെജിറ്റബിൾസിന്റെ ഫോട്ടോ ആഡ് ചെയ്യാം. അപ്പൊ അതിലൂടെ കൂടുതൽ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ പഠിക്കുക ചെയ്യുന്നത്. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ. അതുപോലെ ആക്ഷൻ സോങ് നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻ സോങ് ഒക്കെ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്നത് കേട്ടോ. ഓക്കെ മാം. അപ്പൊ എല്ലാവരും ഒരു ദിവസമെങ്കിലും ഒരു ആക്ഷൻ സോങ് ചെയ്യാം. ഒരു ദിവസമെങ്കിലും ഒരാള് ആക്ഷൻ സോങ് ചെയ്യാം കേട്ടോ. അത് ഇന്ന എണ്ണം എന്ന് നിർബന്ധമില്ല. ഇഷ്ടമുള്ള ആളുകൾക്ക് ഇപ്പൊ ഒരു ദിവസം തന്നെ 3-4 പേരുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഡ്രാമ ചെയ്യാം. നിങ്ങൾക്ക് നാടകം പോലെ ഡ്രാമ ഉണ്ടല്ലോ, അതുപോലെ ചെയ്യാം. റൈംസ് പാടാം. അങ്ങനെയുള്ള ധാരാളം റൈംസ് ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം. എല്ലാവരും എന്തൊക്കെയാണോ കുട്ടികളെ നമ്മളെ രസിപ്പിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള്, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിട്ട് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് പ്രധാനമായിട്ടുള്ള വ്യത്യാസം. അസൈൻമെന്റിൽ നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാൻ ടോപ്പിക് ഇടും. ടോപ്പിക് ഇട്ട് കഴിഞ്ഞാല് എന്ത് ചെയ്യാ, അത് അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാർക്ക് കിട്ടുന്നതാണ്. ആക്ടിവിറ്റി ആകുമ്പോൾ നമുക്ക് ഭാവിയിൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്താണ് അത് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഓക്കെ, അല്ലേ?
ഒരു വീഡിയോ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. ഒന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറയണം. കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഒട്ടും കാണാൻ പറ്റുന്നില്ല. ചെറുതായിട്ട്. ക്ലാസ് റൂം ആണല്ലേ? ഇത് ഒരു ആക്ടിവിറ്റീസുകളാണ് കേട്ടോ. അങ്ങനെ പണ്ടത്തെ ഒരു സ്റ്റുഡന്റ് MT സ്റ്റുഡൻസ് ചെയ്ത ആക്ടിവിറ്റീസ് ആണ്. നിറച്ചൊരു റൂമിൽ മൊത്തം ഉണ്ട്. കാണാൻ പറ്റുന്നില്ല മാം. കാണാൻ പറ്റുന്നില്ല അല്ലേ? ഇല്ലില്ല. സാരില്ല. എന്നാ പിന്നെ പിന്നെ എപ്പോഴെങ്കിലും ഫോട്ടോസ് ആയിട്ട് എന്തെങ്കിലും കാണിച്ചു തരാം. അതായത് ഇതൊക്കെ അതായത് ആ കോഴ്സ് തുടങ്ങിയതിന് ശേഷം കോഴ്സ് അവസാനിക്കുന്നത് വരെ ചെയ്തിട്ടുള്ള വർക്കുകളും കാര്യങ്ങളാണ്. വൈവയുമായി ബന്ധപ്പെട്ടിട്ട് വൈവയ്ക്ക് റെഡിയാകുന്നതിന് വേണ്ടിയിട്ട് ആ കുട്ടി ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് അയച്ചു തന്നതാണ്. അപ്പൊ അത് ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇതൊക്കെ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട്, അതായത് വർക്കുകൾ മറ്റൊക്കെ വരുന്നത് ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് കരുതുന്നു. മാഡം ഒരു ഡൗട്ട് ചോദിച്ചത്, ഞങ്ങൾ എന്ത് വർക്ക് ചെയ്താലും ഞങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിലാണോ അത് അപ്ലോഡ് ചെയ്യേണ്ടത്? അതെ, അസൈൻമെന്റ്സ് ഒക്കെ ഗൂഗിൾ ക്ലാസ് റൂമിലാണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ ഉദാഹരണം ഇപ്പൊ ഒരു വീഡിയോ കാണിച്ചു തന്നില്ലേ, അതുപോലെയൊക്കെ നമ്മൾക്ക് അവന് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എവിടെയാണ് സെൻഡ് ചെയ്യുക? അത് നിങ്ങൾക്ക് ഒരു നമ്പർ തന്നിട്ടില്ലേ? ഒന്നുകിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടാം, അല്ലെങ്കിൽ അതിനകത്ത് പറ്റുന്നുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്. ആ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്താൽ മതി. ഓക്കെ മാം. അങ്ങനെയാണ് കേട്ടോ. അതിനകത്ത് പറ്റുന്നില്ലെങ്കിൽ മാത്രം. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറയാം കേട്ടോ. നമ്മ എക്സാം ആടെ വന്നിട്ട് എഴുതേണ്ടി വരുമോ ടീച്ചറെ? ഇല്ല, നമുക്ക് ഓൺലൈൻ ആയിട്ടാണ് എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ഉള്ളത്. ഓൺലൈൻ ആയിട്ടാണ്. അല്ല, ഞാൻ കാസർഗോഡ് അതുകൊണ്ട് ചോദിച്ചു. കാസർഗോഡ് എവിടെയാണ്? കാസർഗോഡ് കാഞ്ഞങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കാഞ്ഞങ്ങാടാണ്. അവിടെ എഴുതാം കേട്ടോ. ഓൺലൈൻ ആയിട്ടാണ് എക്സാം ഒക്കെ നടക്കുന്നത്. പിന്നെ ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, സൈൻ ഔട്ട് ഉണ്ടോ? സൈൻ ഔട്ട് ഞാനാണ് മാം, ശ്രുതി. ഓക്കെ, പറഞ്ഞോളൂ. ഇന്ന് മാം ഇമ്മ്യൂണേഷനെ കുറിച്ച് നല്ലൊരു എക്സ്പ്ലനേഷൻ ആണ് തന്നത്. ഇത് അറിഞ്ഞതും അറിയാത്ത കുറെ കാര്യങ്ങളും 7 times പോളിയോ ഡ്രോപ്സ് എടുക്കുന്നത്, അപ് ടു 5 age വരെ എടുക്കണ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് അറിയാത്ത കുറെ കാര്യങ്ങൾ മാം ഞങ്ങൾക്ക് നന്നായി പറഞ്ഞു തന്നു. അതേപോലെ ഡിസീസസിനെ കുറിച്ചും ക്ലിയർ എക്സ്പ്ലനേഷൻസ്, അതിന്റെ ഹിസ്റ്ററി, അത് എത്ര ടൈംസ് ആയിട്ട് നമ്മൾ ഇഞ്ചക്ഷൻസ് എടുക്കുന്നത്, വാക്സിൻ എടുക്കണം എന്നുള്ളത് നീറ്റായിട്ടും ക്ലിയർ ആയിട്ടും മനസ്സിലാവുന്ന രീതിയിൽ മാം നല്ലോണം ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഓരോ ഡിസീസും എത്ര ഇതായിട്ടാണ് വരുന്നത്, അതേപോലെ അതിന്റെ ബാക്ടീരിയസിന്റെ നെയിം. പിന്നെ പേഴ്സണലി ഐ എം നോട്ട് എക്സ്പെക്ടഡ് ഫ്രം യു ലൈക്ക് യു ടേക്ക് ദിസ് ക്ലാസ് but I'm clearly saying I'm liked this class too, and thank you for this section. I'm liked this class in very easily and enjoying this class now. Thank you ma'am. Thank you. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ നമ്മള് കൂടുതലും രോഗങ്ങളെ കുറിച്ച് പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. Thank you, ma'am. 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 Thank you, ma'am.